നമസ്കാരം, രജിത ബാലുവാണേ. തട്ടുന്തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെയുള്ള മാവുമ്മ നിന്ന് മാങ്ങ പൊട്ടിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. നിറയെ മാങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. രണ്ട് തരമല്ല, ശരിക്കും 3 തരം മാവുണ്ട് ഇവിടെ. നമ്മുടെ മൂവാണ്ടൻ, പിന്നെ ഈ മാങ്ങ, വേറൊരു മാങ്ങയുണ്ട്. അതുമല്ല അത്രയില്ല കേട്ടോ. മൂവാണ്ടനും പിന്നെ ഈ ഒരു മാങ്ങയാണ് അധികം ഉള്ളത്. ഇതൊരു ചകിരി പോലെ മാംസളമായിട്ടുള്ള മാങ്ങയാണ്. പെട്ടെന്ന് നമ്മൾ മീൻകറിലൊന്നും ഇട്ടാൽ പെട്ടെന്ന് ഉടഞ്ഞു പോവുക, അലിഞ്ഞു പോകുന്ന ചില്ല, അങ്ങനത്തെ ഒരു മാങ്ങയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ടോപ്പ് ഈ തോട്ടിന്ന് നമ്മൾ പറയുക, ഈ വലിച്ചെടുക്കണ ഈ കമ്പനി മുളയുടെ അത് എത്താണ്ട് അവസാനം ബാലു വേറെ നമ്മൾ ഓലമടലൊക്കെ വെച്ച് കെട്ടിയിട്ടാണ് കേട്ടോ ഇത് പൊട്ടിക്കണത്. ഭയങ്കര റിസ്ക്കാണ്. കാരണം ആ തോട്ടിയുടെ ഭാഗം ഇങ്ങനെ കനം കുറഞ്ഞിട്ട് ഇങ്ങനെ തൂങ്ങിപ്പോയിട്ടൊക്കെ വിചാരിച്ച പോലെ കിട്ടണില്ല. എന്നാലും ആൾ പൊട്ടിച്ചു കേട്ടോ. ഇതാ ഇപ്പോൾ ബക്കറ്റിലിരിക്കണണ്ട, അത് നല്ലൊരു സൈസുള്ള ബക്കറ്റാണ്. അതുപോലെയുള്ള 3 ബക്കറ്റോളം മാങ്ങ നമ്മൾ പൊട്ടിച്ചു കേട്ടോ. പിന്നെ നമ്മളുടെ മാവിലെ മാങ്ങ കണ്ടിട്ടേ കരാറിനൊക്കെ ആൾക്കാർ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാശിന്. നമ്മളത് കൊടുത്തില്ല കേട്ടോ. നമ്മൾ ഈ കുറച്ച് മാങ്ങ കൊടുത്തിട്ട് വളരെ തുച്ഛൊരു പൈസ കിട്ടിയിട്ട് നമുക്കതുകൊണ്ടൊന്നും ആവില്ല, ഒരു സന്തോഷവും. ഇതാകുമ്പോൾ നമ്മൾ അയൽപ്പക്കത്തേക്ക് കൊടുത്തു, ബന്ധുക്കൾക്ക് കൊടുത്തു, അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യണം കേട്ടോ. നമ്മളതുപോലെ മറ്റ് അയൽപ്പക്കത്തു നിന്നും ബന്ധുക്കളോടെ നിന്നൊക്കെ ഇതുപോലെ അപൂർവമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മളും കൈപ്പറ്റുന്നതാണ്. ആ സന്തോഷം നമ്മളും അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും പങ്കിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ബാലുവിന് ഇങ്ങനെയുള്ള പണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതാ കണ്ട ബക്കറ്റ്. അപ്പോൾ അതാ ഇവിടെ പോർച്ചിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ബാലു ചെരിയാണ്. ഒരു സൈഡിൽ കൂടെ ഞാൻ കവറുകളിലാക്കിയിട്ട് അയൽപ്പക്കത്തേക്കും ഒക്കെ ഇങ്ങനെ ഞാൻ എണ്ണി അതായത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് എത്ര എണ്ണം വേണം എന്നുള്ളതൊക്കെ നോക്കിയിട്ട് ഞാനിവിടെ കവറുകളിലാക്കിയിട്ട് കെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതാണ് കേട്ടോ. കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എനിക്കല്ലെങ്കിലും വിളവ് എടുക്കാനാണ് ഏറ്റവും ഇഷ്ടം. എൻ്റെ അമ്മ പറയും, ഉണ്ടാക്കണേക്കാളും വിളവിൻ്റെ സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ചെല്ലാന്ന്. അത് ശരിയാണ്. അമ്മ എല്ലാ സാധനങ്ങളും നന്നായിട്ട് ഉണ്ടാക്കുമ്പോൾ പറിച്ചെടുക്കാൻ ഞാനായിരിക്കും അത് അതിൻ്റേതായ ഭംഗി പോലെ പറിച്ചെടുക്കും നമ്മൾ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിച്ചോട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.